ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതി സ്നേഹത്തെക്കുറിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൃക്ഷങ്ങൾ വെച്ചുപിടിക്കുന്ന പ്രാധാന്യം. ഒരു മുസ്ലിം ഒരു മരം വെച്ചുപിടിപ്പിക്കുകയോ വിത്ത് വിധിക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് ഒരു മനുഷ്യനോ ഒരു മൃഗമോ ഒരു പക്ഷിയോ ഭക്ഷിച്ചാൽ അതൊരു സദക്കയായിരിക്കും, അഥവാ ദാനധർമ്മം. നിങ്ങൾ നോക്കൂ, ഒരു മരം വെച്ചുപിടിപ്പിക്കുന്ന പ്രാധാന്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അടുത്തതായി കുറിക്കുന്നത് ജലസംരക്ഷണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജലസംരക്ഷണയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കരുത്. അതിനെതിരെ ശക്തമായി താക്കീതാണ് പ്രവാചകന്റെ വചനം. മൃഗങ്ങളോടുള്ള കാരുണ്യം, മൃഗങ്ങളോട് ദയ കാണിക്കാനും അവയെ പരിപാലിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് ശക്തമായ താക്കീതാണ് പ്രവാചകന്റെ ജീവിതത്തിൽ. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. പ്രവാചകനും കുറച്ച് സഹാബിമാരും ഒരു യാത്ര പോവുകയായിരുന്നു. ആ യാത്രക്കിടെ സഹാബിക്കൂട്ടിൽ നിന്ന് ഒരു സഹാബി ഒരു കൂട്ടിൽ നിന്നൊരു കിളിയെ എടുത്തു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ആ കിളിയെ തിരികെ കൂട്ടിലേക്ക് വെക്കാൻ. ഈ സംഭവം പ്രസിദ്ധമാണ്. പിന്നീട് പറയുന്നത് ശുചിത്വം വിശ്വാസത്തിന്റെ ഭാഗം, വ്യക്തി ശുചിത്വം, പരിസ്ഥിതി ശുചിത്വം എന്നിവ ഇസ്ലാമിന്റെ ഭാഗമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. വൃത്തി വിശ്വാസത്തിന്റെ പകുതിയാണ്. തുടങ്ങിയ നബിവചനങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ്. പിന്നെ അടുത്തതായി പറയുന്നത് പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുക. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും അഞ്ചമാട് കൽപ്പിച്ചു. വയലിരിക്കുന്നത് ഒഴിവാക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചമാട് പറഞ്ഞു. അഥവാ ഇരിക്കേണ്ടി വന്നാൽ വഴിയുടെ അവകാശങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വയലിൽ നിന്ന് ശല്യം ചെയ്യുന്നത് വഴിയുടെ അവകാശമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവസാനമായിട്ട് പറയുന്നത് ഭൂമി ഒരു പള്ളി പോലെ, ഈ ഭൂമിയെല്ലാം എനിക്കൊരു പള്ളി പോലെ ആക്കപ്പെട്ടിരിക്കുന്ന നബി വചനം. ഭൂമി മുഴുവൻ ആരാധക്കൊതുങ്ങുന്ന ഇടമായി കണക്കാക്കുമെന്നും അതിനാൽ അതിനെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. അതിലെല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ജീവിതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.